പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വചനജ്വാലയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാം ഇന്ന് ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ വാഗ്ദാനമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ദൈവം സമർത്ഥമായി എന്നെ അനുഗ്രഹിക്കുന്നു പറയുന്ന വചനഭാഗമാണ്. അത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 12-ാം വാക്യം. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഈ വചനം വായിക്കുമ്പോൾ പ്രവാസ ജീവിതത്തിൽ നിന്നൊരു മടക്കയാത്ര. അപ്പോൾ അവരുടെ ദേശത്തേക്ക് മടങ്ങി വരികയാണ്. ആഹ്ലാദാരവത്തോടുകൂടി അവർ തിരിച്ചു വരികയാണ്. ആ ഒരു യാത്രയിലും അപ്പുറമായിട്ടും ശിഷ്ടമായ ഇവരുടെ ജീവിതത്തിലും കർത്താവ് ഈ മക്കളെ, ദൈവജനത്തെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. സമൃദ്ധി കൊണ്ട് അവരെ നിറയ്ക്കുന്നു. അതാണ് ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എല്ലാം ദൈവം അവർക്ക് കൊടുക്കുന്നു. ദൈവം കൊടുക്കുന്നു പറയുന്നത് അവർ ജീവിതത്തിൽ എന്തെല്ലാം അവർക്ക് ആവശ്യമാണോ അതെല്ലാം കൊടുക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സമൃദ്ധി നേടിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിക്കഴിയുമ്പോൾ അവർ എങ്ങനെയാകുമെന്നാണ് വചനം പറയുന്നത്. ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. നനച്ച് മനോഹരമായി പൂ വിടർന്നു നിൽക്കുന്ന ഒരു തോട്ടം പോലെ. അത് മനസ്സിനും ശരീരത്തിനും വലിയൊരു കുളിർമ നമുക്ക് തരും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. കുറച്ച് മുന്നേ വരെ പ്രവാസത്തിലായിരുന്നു, ഒത്തിരി ദുഃഖമായിരുന്നു. എങ്കിൽ ഇതാ ദൈവം നയിക്കുന്നു. ദൈവം അവരെ നയിക്കുക. മനോഹരമായ ജലസമൃദ്ധമായ തോട്ടം പോലെ. വീണ്ടും തമ്പുരാൻ്റെ വാഗ്ദാനം എന്താണ്? ഇന്നലെ പ്രവാസമൊക്കെ ആയിരുന്നു, എന്നാൽ ഇനിയൊരു പ്രവാസമില്ല. അതായിരുന്നു, ഒരിക്കലും ദുഃഖിക്കുകയില്ല. കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? ദൈവജനം നാം ഓരോരുത്തരും കർത്താവിൻ്റെ നന്മയിൽ പ്രകാശിക്കും. ഇനി ദുഃഖം അനുഭവിക്കുകയില്ല. തമ്പുരാൻ്റെ നന്മയിൽ ഞാൻ പ്രകാശിക്കുമ്പോൾ പിന്നെ അവിടെ ഇരുട്ടില്ല, നന്മ മാത്രമുള്ളൂ. വീണ്ടും നിരാശയിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തെ ഊന്നി പറയുക. കൂടാതെ ഇസ്രായേലിൻ്റെ മുൻകാല പോരാട്ടങ്ങളെ പ്രതീക്ഷാ നിർഭരമായ ഭാവിയുമായി ബന്ധിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, ഇതാണ് ദൈവം നമ്മെ പ്രശോഭിക്കുന്നു, നന്മയെ നിറയ്ക്കുന്നു. എനിക്ക് വേണ്ടതായ എല്ലാം തന്ന് കർത്താവ് എന്നെ സഹായിക്കുന്നു. ഇതെന്താണ്? ദൈവത്തിൻ്റെ കരുണ നിരന്തരം എന്നിലേക്ക് ചൊരിയുന്ന ഓർമ്മയാണ് കർത്താവ് തരുന്നത്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏതവസ്ഥയിൽ നിന്നും ദൈവം എന്നെ നയിക്കും. ജലസമൃദ്ധമായൊരു പൂന്തോട്ടം പോലെയാകും. ദൈവത്തിൻ്റെ നന്മ എന്നിൽ നിറയുമ്പോൾ എന്നിലെ ദുഃഖവും വേദനയെല്ലാം തമ്പുരാൻ എടുത്തു മാറ്റി അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ വചനം, ദൈവം നയിക്കുന്ന വചനം, ദൈവത്തിൻ്റെ നന്മ നിറയ്ക്കുന്ന വചനം, ജലസമൃദ്ധി പോലെ മനോഹരമായ ഒരു ജീവിതം ദൈവം നമുക്ക് തീർച്ചയായിട്ടും തരും. പ്രത്യേകിച്ച് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.